ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനിവിടെ UK എൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ കുറച്ച് ആൾക്കാർ തിരിച്ച് നാട്ടിൽ പോവാണ്. കോഴ്സ് കഴിഞ്ഞു, അപ്പോൾ കുറച്ച് ആൾക്കാർ നാട്ടിലോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരുമായിട്ടൊന്ന് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. ആ ഒരു ലാസ്റ്റ് ഗെറ്റ് ടുഗെദർ പോലെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സിറ്റിയിലോട്ട് പോവുകയാണ്. സിറ്റി സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സിറ്റി സെൻറ്ററിൽ വെച്ച് നമുക്ക് കാണാമെന്നാണ്. അപ്പോൾ ഞാനിപ്പോഴും റൂമിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇറങ്ങി ഇനി ബസ് സ്റ്റോപ്പിലോട്ടേക്ക് നടന്നു പോകണം. ഇവിടെ നിന്നൊരു 2 minutes വാക്ക് ബസ് സ്റ്റോപ്പിലോട്ടേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി നേരെ സിറ്റി സെൻറ്ററിലോട്ടേക്ക് പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ. അങ്ങനെ ഞാനിപ്പോൾ ബസ്സിൽ കയറി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ ഗൈസ്, ഇവിടെ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും നെക്സ്റ്റ് സ്റ്റോപ്പ് എന്നും പറഞ്ഞ്. ആ സമയത്ത് നമ്മൾ ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ നിൽക്കണം. അപ്പോഴേക്കും ബസ് നിർത്തും. നമ്മുടെ അവിടുത്തെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ ഈ സിസ്റ്റം. കാരണം ബസ് നിർത്തിയിട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, കയറിക്കഴിഞ്ഞ് നമ്മൾ ഇരിക്കാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യും. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെയൊക്കെ ആർക്കിടെക്ചർ വേറെ ലെവലാണ് ഗൈസ്. കാരണം നല്ല പഴക്കമുണ്ട് ഓരോ ബിൽഡിങ്സിനും. പിന്നെ ഇതാ സമ്മർ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഒരു ബ്രൈറ്റ്നസ് ഇല്ല, പക്ഷേ വെളിച്ചം ഉണ്ടെങ്കിലും നല്ലൊരു ബ്രൈറ്റ്നസ് ഇല്ല ഇപ്പോൾ. അങ്ങനെ ഞാൻ ദാ സിറ്റി സെൻറ്ററിൽ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്. ഇറങ്ങി നടന്ന് ക്ലക്ഡിയിൽ പോകണം. ക്ലക്ഡിയിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് ഞങ്ങളുടെ സിറ്റി. ശരിക്കും ഭയങ്കര വലുതാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി. Have you already decided? How much chicken? No, I'm gonna get this one. This one has rice. I can survive without rice. There is chicken on it. Huh? Only rice. He's been looking at you for a long time. ഹലോ, ഹായ്. ഫോട്ടോയുടെ ആൾക്കാരാണ്. Even me, I'm going to do it. Of course. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം മെല്ലെ മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇറങ്ങി കുറച്ചൊന്ന് നടക്കാം എന്നാണ് സിറ്റിയിലോട്ടേക്ക്. ജസ്റ്റ് ഒരു വാക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇവരെ ആരെയും കാണാൻ പറ്റത്തില്ല. ഞാനുണ്ടാവും, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടാവും. ബാക്കി എല്ലാവരും അങ്ങ് നാട്ടിൽ പോവാണ്. ഇവരെല്ലാവരും തന്നെ, അതായത് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ക്ലാസ്സിലെല്ലാവരും തന്നെ ഒട്ടുമിക്ക ആൾക്കാരും സ്കോളർഷിപ്പിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് ഇവരുടെ വർക്ക്, അതായത് ഓഫീസിൽ നിന്ന് അവരുടെ കൺട്രിയിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് സ്കോളർഷിപ്പിലാണ് അവർ വന്നത്. അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് നാട്ടിൽ പോകണം, മീൻസ് അവരുടെ കൺട്രിയിൽ അവർക്ക് പോകണം. ലെറ്റ്സ് ഗോ. No. No photo. Only video. Let's take a photo, girls. Yeah. ഞാൻ എടുത്തേ. Yeah. Hi. Hi. Then what's the most expensive one? Our first store, it cost almost 1,000. Almost 1,000. What? Our first store. It's bigger. ഞാൻ എവിടെ പോയാലും എനിക്ക് 2 കുട്ടികളെ കിട്ടും ഗൈസ്, കളിപ്പിക്കാനും അവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനും. അപ്പോൾ നാട്ടിൽ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെ ഞാൻ മിസ് ചെയ്യാത്തതിൻ്റെ കാരണം ഈ 2 തന്നെയാണ് കേട്ടോ. 2 പേരും ഭയങ്കര രസമാണ്. ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ടൈം പോകുന്നതേ അറിയത്തില്ല. ഐറ്റോറയാണ് മൂത്ത ആൾ, ഇളയാൾ ഐറ്റുവ. അപ്പോൾ നല്ല രസമാണ് അവരുടെ കൂടെ കളിക്കാൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ വൈഫും 2 കുട്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ. അങ്ങനെയാണ് നമ്മൾ വൈഫുമായിട്ടും കുട്ടികളുമായിട്ടും കമ്പനി ആയത്.
ഇപ്പോൾ ആളെക്കാളും നമ്മൾ ആളുടെ വൈഫും കുട്ടികളുമായിട്ട് നല്ല കമ്പനിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നോർവിച്ചിൽ വന്നിട്ട് 1 വർഷം ആവാറായി. ഇതുവരെ ഞാൻ ഇവിടുത്തെ സിറ്റി നന്നായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗൈസ്. വരും, മൂവിക്ക് വല്ലതും വരുമ്പോൾ വരും, പിന്നെ ഷോപ്പിങ്ങിന് വരും, അത്രയൊക്കെ തന്നെ. This is our no. Yeah, sorry. I should have said, look at this. This is where we live. We live, this yeah. is Norwich. Norwich, are you okay? You can see there are no dirt on the street, and you can just walk at night without any worry. Without any fear. Yeah, without any fear. Yeah. Favorite song. UK വന്നപ്പോൾ എനിക്ക് ഇത്രയും നല്ല കുറച്ച് ഇൻ്റർനാഷണൽ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്, അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല, അതായത് ഇവരുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആവുമെന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് വിചാരിച്ചില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കാണിച്ച ഈ കുട്ടി തായ്ലാൻഡിൽ നിന്നാണ്, ഇവക്ക് വന്നിട്ട് കസാക്കിസ്ഥാൻ, പിന്നെ നന്ദ ഇന്തോനേഷ്യയിൽ നിന്ന്, പോൾ ഉഗാണ്ടയിൽ നിന്ന്, സൃഷ്ടി ബംഗ്ലാദേശിൽ നിന്ന്, പിന്നെ ജർമ്മയ വന്നിട്ട് ഗാനയിൽ നിന്ന്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. UK വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് രാജ്യത്തു നിന്നുള്ള ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചു, ജസ്റ്റ് ഒരു വാക്കൊക്കെ പോയിട്ട് വന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ബസ് കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എവിടെ നിൽക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്യുക. You can probably get direct bus, right? Because if you are taking 25 from University base, you can get down there the railway station. Yeah. Then just cross the railway station. The way is like in front of we have to cross the railway station. ഈ ഗ്യാങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ കുട്ടിപ്പട്ടാളത്തിനായിരിക്കും കേട്ടോ. ഈ കുട്ടിപ്പട്ടാളത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാങ്ങിൽ നിന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. This is the last time seeing you. Yeah. I see you. But you're going to get yeah, he's just gonna. Yeah, it's the subtitle. അങ്ങനെ നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി തിരിച്ചു പോവുകയാണ് ഗൈസ്. ടൈം ഏകദേശം ഒരു 8:30 സമയം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റോപ്പ് തന്നെ നേരെ കാണാൻ പറ്റിയില്ല. കാരണം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ മുകളിൽ മീൻസ് ആ സ്ക്രീനിൽ എഴുതി പോലും കാണിക്കുന്നില്ല. സാധാരണ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും നമുക്ക് ഇന്ന സ്റ്റോപ്പ്, അപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കേണ്ടതാണ്. പക്ഷെ എന്തോ എനിക്കറിയത്തില്ല എന്തെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ ഏകദേശം ടൈം ആയിരിക്കുന്നു. സ്റ്റോപ്പിലെത്താറായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. തിരിച്ച് ഞാൻ നടന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും പോയി. അവർ യൂണിയിലാണ്, യൂണി അക്കോമഡേഷനിലാണ്. ഇപ്പോൾ സമയം ഇവിടെ 9 ആയി തോന്നുന്നു കേട്ടോ, 8:30 കഴിഞ്ഞു. അപ്പം ഞാൻ മാത്രം കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു ഗൈസ്. കുഴപ്പമില്ല, നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ, നോ വറീസ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി. ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.